വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം എന്ന മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരിക്കേറ്റത്. മർദ്ദനത്തിനിടെ വിദ്യാർത്ഥിയെ കത്രിക കൊണ്ട് കുത്തി. മുഖത്ത് 2 ഭാഗങ്ങളിലും നെഞ്ചിലും കുത്തേറ്റിട്ടുണ്ട്. ചെവിക്കും സാരമായ പരിക്കേറ്റു. പരിചയപ്പെടാനെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയായിരുന്നു മർദ്ദനം. ബത്തേരി പോലീസ് ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വിവരങ്ങൾക്ക് ദീപക് മോഹൻ നമ്മൾക്ക് ചേരും. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് സംഭവം നടന്നത്? രക്ഷിതാക്കൾ പറയുന്നത് എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? ഇത് റാഗിങ്ങിന്റെ പേരിൽ നടത്തിയതാണോ ഈ അക്രമം? ആരാണ് ചെയ്തത്? +2 വിദ്യാർത്ഥികളാണോ? അരുൺകുമാർ, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശബരിനാഥ്. ഈ വർഷമാണ് ശബരിനാഥ് മറ്റൊരു സ്കൂളിൽ നിന്ന് മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മറ്റ് ഒരു സംഘം വിദ്യാർത്ഥികൾ എത്തി ഈ ശബരിനാഥിനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുകയും ശബരിനാഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദനത്തിനിടെ ഈ കത്രികയോ അല്ലെങ്കിൽ മറ്റെന്തോ മൂർച്ചയുള്ള ആയുധം കൊണ്ടാണെന്ന് സംശയിക്കുന്ന രീതിയിൽ മുഖത്ത് 2 ഭാഗങ്ങളിലും കുത്തേറ്റിട്ടുണ്ട്. മുഖത്ത് 8 സ്റ്റിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഈ ശബരിനാഥിനെ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമ്പലവയൽ സ്വദേശിയായ ശബരിനാഥ് ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിനിരയായത്. മാത്രമല്ല, ഇന്നലെ വൈകിട്ട് തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നും ഒരു ആരോപണമുണ്ട്. അതിനിടയിലാണ് കൂടുതൽ വിദഗ്ധ ചികിത്സകൾക്കായി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീപക്, ഈ കുത്തിയ കുട്ടികൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്? +1, +2 ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ? അരുൺകുമാർ, ഈ ശബരിനാഥ് 9ാം ക്ലാസ്സിൽ നിന്ന് ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്താണ് മൂലങ്കാവ് സ്കൂളിലേക്ക് പുതിയതായി അഡ്മിഷൻ എടുത്തത്. കൂടെയുള്ള മറ്റ് സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണെന്നാണ് പുറത്തു വന്ന സൂചന. 5ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ശബരിനാഥിനെ ആക്രമിച്ചതെന്നും സൂചനയുണ്ട്. മാത്രമല്ല, മുഖത്ത് 6 തുന്നലുകളുള്ള മുറിവുമുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികളാണോ അതോ ഒപ്പമുള്ള 10ാം ക്ലാസ്സിലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളാണോ ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബത്തേരി മൂലങ്കാവ് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ശബരിനാഥനാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത്. പരിചയപ്പെടാനെന്ന് പറഞ്ഞ് ക്ലാസ്സിലെ കുട്ടികളോ അതോ സീനിയർ കുട്ടികളോ, അതിൽ വ്യക്തത വന്നിട്ടില്ല. നമുക്ക് അല്പസമയത്തിനുള്ളിൽ അതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കും. 10ാം ക്ലാസ് എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. 15 വയസ്സല്ലേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ. ആ കുട്ടികളാണ് റാഗിങ്ങിൻ്റെ പേരിൽ മറ്റൊരു പാഠിയെ കുത്തി പരിക്കേൽപ്പിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അപരിഷ്കൃതമായ ചില ആളുകളൊക്കെ പറയും റാഗിങ് ഒക്കെ ചെയ്താൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാവും. കേട്ടോ, ഒരു കോൺഫിഡൻസും ഉണ്ടാവത്തില്ല. അതൊരു മനുഷ്യനെ നമുക്ക് ആക്ഷേപിക്കാം എന്നല്ലാതെ നിങ്ങളുടെ ഭൂരിപക്ഷാധിപത്യത്തിൽ നിങ്ങൾ നടത്തുന്നൊരു ഫാസിസ്റ്റ് പരിപാടിയാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. ഒരാൾ ദുർബലനാണ് എന്ന് കണ്ട് കൂടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്ന കൂട്ടയാക്രമണം, ആ കരുത്താണ് അവിടെ ഉള്ളത്. പക്ഷേ അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്താണ് സംഭവം എന്ന് നമുക്കറിയണം. കൂടെയുള്ളതും ഒരുപക്ഷെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അതൊരു ജുവനൈൽ ക്രൈമിൻ്റെ പരിധിയിൽപ്പെടുന്ന വിഷയമാണ്. ബത്തേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം നടക്കുന്നു.